ഭിത്തിയോട് ചേർത്ത് വെച്ച കസേരയിലിരുന്ന് ഇലയിൽ പറിച്ചെടുത്ത പൂക്കൾ മാലയാക്കുകയാണ് രുദ്ര. പാർവതിപ്പൂവും അരളിയും പിന്നെ മുറ്റത്ത് വരുന്ന പല വർണ്ണത്തിലുള്ള പൂക്കളൊക്കെയും ഉണ്ട്. ഓരോന്നും ശ്രദ്ധയോടെ അവൾ കോർത്തെടുക്കുന്നുണ്ട്. ഇടയിൽ തന്റെ കയ്യിൽ തടഞ്ഞ കുഞ്ഞു പൂവ് പതിയെ അവൾ മൂക്കിലേക്ക് അടുപ്പിച്ചു. നല്ല ഇലഞ്ഞിയുടെ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം. വീണ്ടും വീണ്ടും അവൾ അത് മൂക്കിലേക്ക് അടുപ്പിച്ചു. ഇതിപ്പോ എവിടെന്നാ? ഞാൻ ഇങ്ങനെയൊന്നും പെറുക്കിയില്ലല്ലോ. സംശയത്തോടെ അവൾ മനസ്സിലോർത്തു. രുദ്രമോളെ, ഞാൻ ഇറങ്ങാറായിട്ടോ. മാല കോർത്ത് കഴിഞ്ഞോ നീയാ? അകത്തു നിന്നും വാത്സല്യത്തോടെയുള്ള വിളി കേൾക്കി കോർത്തു വെച്ച മാലയും പൂജയ്ക്കുള്ള പൂക്കളും വാഴയിലയിലാക്കി അവിടെ തന്നെ വെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. ഉമ്മറപ്പടി കടന്ന് അകത്തേക്ക് കയറുമ്പോ കാല് പടിക്കലൊന്നും തട്ടി. വേദന എടുത്തതും പതിയെ അവൾ നിലത്തേക്കിരുന്നു കൊണ്ട് കാലിൽ വിരലോടിച്ചു. ചെറുവിരൽ മുറിഞ്ഞിട്ടുണ്ട്. നനവ് കയ്യിലെറിഞ്ഞു. കട്ടിളപ്പടിയുടെ 2 ഭാഗത്തും പിടിച്ചു ശ്രദ്ധയോടെ രുദ്ര എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയും മാല കോർക്കുന്നതിനിടയിൽ ഇലഞ്ഞിയുടെ ഗന്ധം അവളെ തേടിയെത്തി. ഇതിപ്പോ ആരാ എൻ്റെ ഈശ്വര ഈ പൂവിങ്ങനെ ഇവിടെ കൊണ്ടിടുന്നേ? വല്ല പാലപ്പൂവാണെങ്കിൽ ഗന്ധർവനാണെന്നെങ്കിലും കരുതാമായിരുന്നു. പറഞ്ഞു കഴിയുമ്പോഴേക്കും ആരോ തനിക്കടുത്തു നിന്നും നടന്നകലുന്നതായി തോന്നി അവൾക്ക്. പരിഭ്രമത്തോടെ എഴുന്നേൽക്കുമ്പോഴേക്കും ആ കാലടികൾ ദൂരേക്ക് അകലുന്നത് കേട്ടു. കൈ ഒന്നുകൂടെ ആ അരഭിത്തിയിൽ തപ്പി നോക്കി. ഒരു കുമ്പിൾ ഇലഞ്ഞി പൂക്കൾ. അവൾ അത് കയ്യിലെടുത്തു. തന്റെ മൂക്കിനോട് അടുപ്പിച്ചു മണത്തു. എന്നാലും ആരായിരിക്കും ഈ കണ്ണുമുട്ടിയെ കളിപ്പിക്കാൻ ഈ വേല ഒപ്പിക്കുന്നത്? രുദ്ര ആലോചിച്ചു. എന്താ ദേവ നിന്റെ മനസ്സിൽ? ഈ ഒളിച്ചുകളി എന്തിനാ? ആൽത്തറയിൽ മയങ്ങുന്ന ദേവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് മധു ചോദിച്ചു. ദേവൻ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി എഴുന്നേറ്റിരുന്നു. ദേവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാൻ മാത്രമായതുകൊണ്ട് മുന്നിൽ ചെന്ന് നിൽക്കാനോ ഒന്ന് മിണ്ടുവാനോ ഉള്ള ധൈര്യമില്ല എനിക്ക്. ദേവൻ അവനെ നോക്കി പറഞ്ഞു. ഒന്നും അറിഞ്ഞുകൊണ്ടല്ലോ ദേവ. എല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും നാളുകളായില്ലേ? നീ നേരിട്ട് പോയി ഒന്ന് സംസാരിക്കേ, മധു ദേവനോട് പറഞ്ഞു. ദേവൻ പതിയെ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസം ദേവനും രുദ്രയും ഒരേ കോളേജിൽ തന്നെയായിരുന്നു പഠനം. ദേവൻ അവസാന വർഷ PG വിദ്യാർത്ഥിയും രുദ്ര ഫസ്റ്റ് ഇയറുമായിരുന്നു. ഒരേ നാട്ടുകാരായതുകൊണ്ടും ചെറുപ്പം മുതലേ കണ്ടു വളർന്നത് കൊണ്ടും വരുന്നതും പോകുന്നതും ഒരുമിച്ചായിരുന്നു. പതിയെ ആ യാത്രകൾ അവന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയത്തിലേക്കും വഴിതിരിച്ചു. പക്ഷേ എന്തോ അവൻ തന്റെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞില്ല. കോളേജിലെ രാഷ്ട്രീയ നേതാവ് കൂടെയായിരുന്നു ദേവൻ. ഒരു ദിവസം എതിർ പാർട്ടിക്കാരുമായി ഉണ്ടായ വഴക്ക് അടിയിലാണ് കലാശിച്ചത്. കയ്യിൽ കിട്ടിയ കമ്പും വടിയും കല്ലും കുപ്പിയും കൊണ്ട് 2 കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടി. ദേവൻ എതിർ പാർട്ടിയിലെ നേതാവിന്റെ പുറകെ ഓടി. അവൻ ഓടി കയറിയത് ബയോജനിക്സ് ലാബിലേക്കാണ്. പുറകെ വന്ന ദേവൻ മുന്നിലിരുന്ന ഗ്ലാസ് ബോട്ടിലെടുത്ത് മുന്നിലോടിയവന്റെ ദേഹത്തേക്ക് ഒഴിച്ചു. പെട്ടെന്ന് അവൻ ഒഴിഞ്ഞു മാറി. അത് വീണത് പുറകിൽ മാസ്ക് ഇട്ട് നിന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണുകളിലേക്കായിരുന്നു. അത് കണ്ട് അവിടെ കൂടി നിന്നവരെല്ലാം ഞെട്ടി. അവൾ മുഖം പൊത്തി നിലത്ത് കിടന്ന് അലറിക്കരഞ്ഞു. കൂട്ടുകാരികളുടെ രുദ്രേ എന്നുള്ള വിളി കേട്ടപ്പോഴാണ് ദേവൻ അത് തന്റെ രുദ്രയാണെന്ന് തിരിച്ചറിഞ്ഞത്. പെട്ടെന്ന് തന്നെ അവൻ അവളെ വാരിയെടുത്ത് പുറത്തേക്ക് ഓടി. ദേവൻ എറിഞ്ഞ ബോട്ടിലിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മാസ്ക് ഇട്ടത് കൊണ്ട് മുഖത്തേക്ക് പൊള്ളലേറ്റില്ല. പക്ഷേ ആ അപകടത്തിൽ അവളുടെ കണ്ണുകളുടെ കാഴ്ച എന്നേക്കുമായി നഷ്ടമായി. ആ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ ദേവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാർട്ടിയുടെ ഇടപെടൽ മൂലം കേസ് ഒതുക്കി തീർത്തു. 14 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അവൻ പുറത്തിറങ്ങി. നേരെ പോയത് രുദ്രയെ കാണുവാനായിരുന്നു. ദൂരെ നിന്നും അവൻ കണ്ടു കാഴ്ചയില്ലാത്ത അവന്റെ പെണ്ണിനെ. താൻ കാരണമാണ് അവൾക്ക് ഇങ്ങനെ വന്നതെന്നോർത്തവന്റെ കണ്ണുകൾ നിറഞ്ഞു. മുന്നിൽ പോയി അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് അവന് തോന്നി. പക്ഷേ അതിനുള്ള ധൈര്യം ദേവനുണ്ടായിരുന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ രുദ്ര അറിയാതെ ഒരു നിഴൽ പോലെ അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് ദേവൻ വീട്ടിലേക്ക് മടങ്ങിയത്. ഈ സമയം രുദ്രയുടെ വീട്ടിൽ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്ന രുദ്രയെ നോക്കി അവളുടെ അമ്മ പുറത്തേക്ക് വന്നു. മോളെ, നേരം ഇരുട്ടി, നീ ഇങ്ങ് അകത്തേക്ക് വായോ. അമ്മ വാതിൽക്കൽ നിന്നുകൊണ്ട് അവളെ വിളിച്ചു. എനിക്കെന്നും ഇരുട്ടല്ലേ അമ്മേ? വീണ്ടും എനിക്ക് എല്ലാരെയും കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ അമ്മേ? നിറഞ്ഞു വന്ന മിഴികൾ തുടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നീ വിഷമിക്കേണ്ട, ഈശ്വരൻ എന്റെ കുട്ടിയെ കൈവിടില്ല. വാ മോളെ, അകത്തേക്ക് പോവാം. അമ്മ രുദ്രയെ കൂട്ടി അകത്തേക്ക് നടന്നു. പിറ്റേന്ന് പതിവ് പോലെ അവൾ മാല കോർക്കാൻ തുടങ്ങി. പക്ഷേ ശ്രദ്ധ മുഴുവൻ മറ്റെവിടെയോ ആയിരുന്നു.
എന്നും തനിക്ക് ഇലഞ്ഞിപ്പൂക്കൾ സമ്മാനിക്കുന്ന ആളെ കണ്ടുപിടിക്കുവാൻ വേണ്ടി അവൾ ചെവി കൂർപ്പിച്ചിരുന്നു. പെട്ടെന്ന് കരയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം അവൾ കേട്ടു. അനങ്ങാതെ അവൾ ഇരുന്നു. അവളുടെ തൊട്ടു മുന്നിൽ ശ്വാസം പോലും വിടാതെ, ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ, വട്ടയിലയിൽ നിറയെ ഇലഞ്ഞിപ്പൂക്കളുമായി ഒരു കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി ദേവൻ വന്നു നിന്നു. അവൻ നന്നായി വിയർത്തിരുന്നു. പൂക്കൾ അവളുടെ അടുത്ത് വയ്ക്കാൻ ഒരുങ്ങുമ്പോൾ ദേവന്റെ കൈകൾ വിറച്ചു. അവനിൽ ഭയം വന്നു മൂടി. പൂക്കൾ രുദ്രയുടെ അടുത്ത് വെച്ച് പതിയെ അവൻ തിരിഞ്ഞതും പെട്ടെന്ന് രുദ്ര അവന്റെ കൈകളിൽ കയറി പിടിച്ചു. അത് കണ്ട ദേവൻ ഒന്ന് ഞെട്ടി. താൻ ആരെന്ന് രുദ്ര തിരിച്ചറിഞ്ഞ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്ത് അവന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവിടെ നിന്നും ഓടിപ്പോകാൻ അവന് തോന്നി. പക്ഷേ ഒരടി അനങ്ങാൻ അവന് കഴിഞ്ഞില്ല. രുദ്രപതിയെ അവന്റെ കൈകളിൽ തലോടി. ദേവന്റെ കയ്യിലണിഞ്ഞ രുദ്രാക്ഷം അവളുടെ കൈകളിൽ തട്ടി. ദേവേട്ട! പുറത്തേക്ക് വന്ന കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് രുദ്രപതിയെ വിളിച്ചു. പിന്നെ ഒരു കരച്ചിലോടെ അവന്റെ നെഞ്ചിലേക്ക് വീണു. എവിടെയായിരുന്നു ദേവേട്ട ഇത്രനാൾ? എന്തുകൊണ്ടാ എന്റെ മുന്നിൽ വരാതിരുന്നത്? ഓരോ നിമിഷവും മനസ്സിലൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ ദേവേട്ടനെ ഒന്ന് കാണണം. പറ ദേവേട്ട, എന്തിനായിരുന്നു ഈ ഒളിച്ചുകളി? രുദ്രദേവന്റെ ഷർട്ടിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. ദേവൻ രുദ്രയുടെ കൈകളെ കൂട്ടിപ്പിടിച്ചു. ധൈര്യമില്ലായിരുന്നു. എനിക്ക് നിന്റെ മുന്നിൽ വന്നു നിൽക്കാനുള്ള കരുത്തില്ലായിരുന്നു. ഞാൻ കാരണമല്ലേ നിനക്കിങ്ങനെ? എന്റെ തെറ്റ്. ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് നിനക്ക് നഷ്ടമായത് നിന്റെ കാഴ്ച മാത്രമല്ലല്ലോ, നിന്റെ ജീവിതം കൂടെയല്ലേ. മാപ്പ് തരണമെന്ന് പറയാനുള്ള അർഹത പോലും എനിക്കില്ല. ശപിക്കരുത്. ദേവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രുദ്ര തപ്പിത്തടഞ്ഞവന്റെ മിഴികൾ തുടച്ചു. ദേവേട്ടൻ എന്തിനാ കരയുന്നത്? എനിക്ക് വിഷമമൊന്നും ഇല്ല ദേവേട്ട. ചേട്ടൻ അറിഞ്ഞുകൊണ്ടല്ലോ ഒന്നും. ഒരു പരിഭവം മാത്രമേ ഉള്ളൂ എനിക്ക്. ഇതുവരെ ഒന്ന് കാണുവാൻ പോലും വന്നില്ലല്ലോ. എന്നും ഞാൻ പ്രാർത്ഥിക്കും ദേവേട്ടനെ എന്റെ മുന്നിൽ കൊണ്ടുവരണേ എന്ന്. ഇഷ്ടമായിരുന്നു ദേവേട്ട എനിക്ക് നിങ്ങളെ. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ... രുദ്ര തളർച്ചയോടെ താഴേക്കിരുന്നു. രുദ്രേ! ദേവൻ ആർദ്രമായി വിളിച്ചു. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ നിന്നെ? ദേവൻ അവളോട് ചോദിച്ചു. വേണ്ട ദേവേട്ട, ഞാൻ ദേവേട്ടന് ഒരു ഭാരമാണ്. കാഴ്ചയില്ലാത്ത എന്നെ ദേവേട്ടന് അത് വേണ്ട. ഒരു പ്രായശ്ചിത്തമാവാൻ ഞാനില്ല. രുദ്ര നിറമിഴികളോടെ അവനോട് പറഞ്ഞു. ചെയ്ത തെറ്റിനുള്ള പരിഹാരമായിട്ടോ കാഴ്ചയില്ലാത്തവൾ എന്ന അനുകമ്പ കൊണ്ടോ അല്ല. നിന്നെ എനിക്കിഷ്ടമാണ്. അടുത്തറിഞ്ഞ നാൾ മുതൽ മനസ്സിൽ ചേർത്ത് വച്ചതാ രുദ്ര ഈ ദേവന്റെ പെണ്ണാണ്. നീ ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ജന്മം പൂർത്തിയാവുകയുള്ളൂ. ഇനി ഈ കണ്ണു നിറയാതെ ഞാൻ നോക്കിക്കൊള്ളാം. നിന്റെ കണ്ണുകൾക്ക് ഞാൻ കാഴ്ചയാവാം. ദേവൻ രുദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രേ! പെട്ടെന്നുള്ള അലർച്ചയുടെ രുദ്രനും ദേവനും ഞെട്ടി. അമ്മ! രുദ്ര പേടിയോടെ പറഞ്ഞു. എന്റെ മകളുടെ കാഴ്ച ഇല്ലാതാക്കിയിട്ടും നിനക്ക് മതിയായില്ലേ? ഇറങ്ങടാ പട്ടി എന്റെ വീട്ടിൽ നിന്ന്. രുദ്രയുടെ അമ്മ ദേവനെ പിടിച്ചു തള്ളി. അമ്മേ വേണ്ട, ദേവേട്ടൻ പാവമാണമ്മേ. ഏട്ടൻ അറിഞ്ഞുകൊണ്ടല്ല, എനിക്ക് ദേവേട്ടനെ ഇഷ്ടമാണമ്മേ. രുദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മേ, അമ്മക്ക് എന്നെ തല്ലാം കൊല്ലാം. തെറ്റ് ചെയ്തതെന്ന് ഞാനാണ്. അറിയാതെയാണെങ്കിലും രുദ്രയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ്. അതിന് പകരമല്ല. എനിക്കിഷ്ടമാണ് രുദ്രയെ. ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. എനിക്ക് തന്നൂടെ ഇവളെ? ദേവൻ കൈകൾ കൂപ്പി അമ്മയോട് പറഞ്ഞു. മോനെ, ഇനിയും ഞങ്ങളെ ദ്രോഹിക്കരുത്. എന്റെ മകളെ വെറുതെ വിടണം. അച്ഛനില്ലാത്ത ഇവളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്ന് ഒരാഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നീ കാരണം എന്റെ കുട്ടി. അതുകൊണ്ട് പറയുകയാണ്, ഇനിയെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കരുത്. ഇവിടെ നിന്ന് പോകൂ. ഞാൻ നിന്റെ കാല് പിടിക്കാം. അമ്മ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് ദേവൻ അവിടെ നിന്നും ഇറങ്ങി നടന്നു. അവന്റെ കാലൊച്ച് അകന്നു പോകുന്നതറിഞ്ഞ രുദ്രയുടെ മിഴികളും നിറഞ്ഞൊഴുകി. അന്ന് തന്നെ രുദ്രയെയും അവളുടെ അമ്മയെയും കാണുവാൻ രണ്ടുപേര് അവരുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ദേവന്റെ അച്ഛനും വസുമതി. അവന് രുദ്രമോളെന്ന് പറഞ്ഞാൽ ജീവനാണ്. ഒരു കണക്കിന് നോക്കിയാൽ ഇതാണ് ശരി. ദേവന് രുദ്രയെ അറിയാം, അവൾക്ക് ദേവനെയോ. പണമോ ജാതിയോ തറവാട്ട് മഹിമയോ ഒന്നുമല്ല നോക്കേണ്ടത്. കുട്ടികൾ തമ്മിലുള്ള ഇഷ്ടമാണ്. അവർ മനസ്സുകൊണ്ട് അടുത്തുപോയി. നമ്മളൊക്കെ ഇനി എത്ര കാലമെന്ന് വെച്ചാ? അപ്പോ അവരുടെ ആഗ്രഹം നടക്കട്ടെ. നമുക്കിതങ്ങ് നടക്കാം. ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാണ്. ദേവന്റെ അച്ഛൻ രുദ്രയുടെ അമ്മയെ നോക്കി പറഞ്ഞു. മാധവേട്ട, അത് ഞാൻ എന്റെ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എനിക്ക് എന്റെ മോളുടെ കണ്ണ് നിറയരുത്, ആ ഒരു വാക്ക് മാത്രം മതി. ദേവന്റെ ഭാര്യയായിട്ടല്ല, ഞങ്ങളുടെ മകളായിട്ടാണ് ഇവളെ ചോദിക്കുന്നത്. ദേവന്റെ അമ്മ രുദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നാളുകൾക്ക് ശേഷം രുദ്രയുടെ മുഖത്ത് സന്തോഷം വന്നു നിറഞ്ഞു. ദേവന്റെ മാത്രം രുദ്രയാവാൻ അവൾ കാത്തിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ജാതകം നോക്കലും വിവാഹ തീയതി ഉറപ്പിക്കലും എല്ലാം. ദേവന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ ആശുപത്രിയിൽ
രുദ്രയെ കാണിച്ചു. കണ്ണ് മാറ്റിവെക്കുവാൻ വേണ്ട കാര്യങ്ങളും ഓപ്പറേഷന് വേണ്ടതും അവർ ചെയ്തു. വിവാഹം കഴിഞ്ഞിട്ട് മതിയെല്ലാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ആ ദിനത്തിനായി അവർ നോമ്പ് നോറ്റ് കാത്തിരുന്നു. രുദ്രയും ദേവനും തങ്ങളുടെ ഇലഞ്ഞിമര ചുവട്ടിൽ പ്രണയം കൈമാറിയ ദിനങ്ങൾ തള്ളി നീക്കി. പെട്ടെന്ന് ഒരു തലവേദന വന്നപ്പോൾ രുദ്രയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഉടനെ തന്നെ കണ്ണുകൾ മാറ്റിവെക്കണമെന്നും ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും രുദ്രയ്ക്ക് കാഴ്ച തിരിച്ചു കിട്ടില്ല എന്നും ഡോക്ടർ അറിയിച്ചു. ദേവനും അച്ഛനും മധുവും എല്ലാം അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. ഇന്ന് രുദ്രയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അവളുടെ കണ്ണിന്റെ കെട്ടഴിക്കുന്ന ദിവസമാണ്. പ്രാർത്ഥനയോടെ അവളുടെ അമ്മ അടുത്തു തന്നെ നിന്നു. ഡോക്ടർ പതിയെ രുദ്രയുടെ കണ്ണുകൾ കെട്ടിയ തുണി അഴിച്ചു മാറ്റി. രുദ്ര, പതിയെ കണ്ണുകൾ തുറന്നോളൂ, ഡോക്ടർ അവളോട് പറഞ്ഞു. രുദ്ര പതിയെ തന്റെ മിഴികൾ തുറന്നു. അമ്മയെ കണ്ടതും അവൾ പുഞ്ചിരിയുടെ നിറമിഴികളോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അടുത്തു തന്നെ മധുവും ഉണ്ടായിരുന്നു. രുദ്ര പെട്ടെന്ന് ചുറ്റും നോക്കി. ദേവനെ അവിടെ കാണാത്തത് കൊണ്ട് അവൾക്ക് വിഷമം വന്നു. അമ്മേ, ദേവേട്ടൻ എവിടെ? എനിക്ക് ഏട്ടനെ കാണണം. പറ അമ്മേ, ദേവേട്ടൻ എവിടെ? മധുവേട്ടാ, ദേവേട്ടൻ എവിടെ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്റെ ദേവേട്ടൻ എവിടെ? അവൾ അലറിക്കൊണ്ട് ചോദിച്ചു. എന്താ പെണ്ണെ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഞാൻ ഇവിടെയുണ്ട്. ശബ്ദം കേട്ട് രുദ്ര തിരിഞ്ഞു നോക്കി. അവളുടെ മുന്നിൽ കൈകെട്ടി പുഞ്ചിരിയോടെ നിൽക്കുന്ന ദേവൻ. അവന് പുറകിൽ ദേവന്റെ അച്ഛനും അമ്മയും. രുദ്ര എഴുന്നേറ്റ് വന്ന് കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. എവിടെയായിരുന്നു ദേവേട്ട? ഞാൻ പേടിച്ചു പോയി, രുദ്ര കൊഞ്ചലോടെ പറഞ്ഞു. നീ എന്തു കരുതി? എനിക്ക് വല്ല അപകടവും പറ്റി എന്റെ കണ്ണാണ് നിനക്ക് തന്നതെന്നു? അതിനിത് സിനിമയല്ലല്ലോ പെണ്ണെ, നമ്മുടെ ജീവിതമല്ലേ. അങ്ങനെയൊന്നും ഈ ദേവൻ എന്റെ രുദ്രയെ വിട്ടു പോവില്ല. ദേവൻ രുദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ വിട്ടിട്ട് വേണ്ടേ? രുദ്രദേവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി പറഞ്ഞു. അത് കണ്ട് എല്ലാവരും മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ നോക്കി. അങ്ങനെ ആശുപത്രിവാസം എല്ലാം കഴിഞ്ഞ് രുദ്ര ദേവന് സ്വന്തമായി. അവരുടെ പ്രണയത്തിന്റെ പ്രതീകമെന്ന പോലെ ആ ഇലഞ്ഞിയും പൂത്തുവിടർന്നു.